കോട്ടയത്തും മഴ തുടരുകയാണ് കേട്ടോ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിയാത്തത് ആശങ്കയാകുന്നുണ്ട്. മീനച്ചിലാറിൽ ജലനിരപ്പ് കുറയുന്നത് ആശ്വാസകരമാണ്. ഷിനോജ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കും. ഷിനോജ്, ഗുഡ് മോർണിംഗ്. വെള്ളക്കെട്ട് ഒഴിയാതെ ഇപ്പോഴും പല പ്രദേശങ്ങളിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് മഴയുടെ സ്ഥിതി എങ്ങനെയുണ്ട്? ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടും ശക്തമായ മഴ ഉണ്ടായില്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. കോട്ടയത്ത് കനത്ത മഴ ഇപ്പോഴും പെയ്യുകയാണ്. രാത്രിയും ശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ആ മഴ ഇപ്പോഴും തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഇല്ലിക്കൽ ഭാഗങ്ങളിലാണ്. ഈ പടിഞ്ഞാറൻ മേഖലയാണ്. ഇവിടെയൊക്കെ തന്നെ വെള്ളം ഇന്നലത്തെ അപേക്ഷിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ മഴ കൂടി ശക്തമാകുന്നതാണ് ഏറ്റവും ദുരിതമായി മാറിയിരിക്കുന്നത്. പലയിടങ്ങളിലും വീണ്ടും വെള്ളം പലയിടങ്ങളിലുമൊക്കെ തന്നെ ഈ ഇന്നലെയൊക്കെ തന്നെ വെള്ളം കയറാത്ത ഇടങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്ന സംഘം കൂടി ചേരുന്നുണ്ട്. വേറെ കോൾ ഉണ്ടായിരുന്നു? ഒരു പ്രഗ്നന്റ് ലേഡിയെ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് വന്നായിരുന്നു ഞങ്ങൾ. ഇപ്പം സുരക്ഷിതമായിട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഓഫീസേഴ്സ് പറയും. ഇന്നലെ രാത്രി വേറെ കോള്? രാത്രിയിൽ ധാരാളം കോളുകളുണ്ടായിരുന്നു. വേറെ എത്ര കോളുണ്ട് കേട്ടോ മൊത്തം? അപ്പം അതിൻ്റെ ഏകദേശം കണക്ക് നമുക്ക് ഓഫീസിൽ അറിയാൻ കഴിയുള്ളൂ. എങ്കിലും മാറാതെ നിൽക്കുന്ന ആളുകളുണ്ടോ? മാറാതെ ഇപ്പോഴും ഇപ്പം അധികം കേസുകൾ വരുന്നില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് കുറവായിരുന്നു. ഇനി രാവിലെ ആകുമ്പോഴത്തേനും കൂടുതൽ കേസുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രഗ്നന്റ് ലേഡി റെസ്ക്യൂ ചെയ്തിട്ട് കൊണ്ടുവരികയാണ്. ഉറക്കമില്ല, 4-5 ദിവസമായിട്ട് ഉറക്കമില്ല. നമുക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് നമ്മൾ ചെന്നപ്പോൾ അവർ തനിയെ പൊക്കളെന്ന് പറഞ്ഞ് അവരങ്ങനെ കയറിപ്പോയി. നമ്മൾ അവിടെ തിരുവാർപ്പ് ക്ഷേത്രത്തിന് അവിടെ ചെന്നായിരുന്നു. അപ്പോൾ അവർ അവിടെ വരെ ആവശ്യപ്പെട്ടായിരുന്നു. അത് ചെന്നപ്പോൾ പിന്നെ അവർ കയറിപ്പോയതാണ്. വേറെ വണ്ടി വിളിച്ചിട്ട് പോയി. ഈ പ്രഗ്നൻ്റ് ലേഡിന് നമ്മൾ ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചു കൊടുക്കും. വീണ്ടും മഴ പെയ്യുന്നത് പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ? മഴ പെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. നിലവിൽ നമുക്ക് അവിടെ അത്യാവശ്യം നല്ല ക്രൂവുണ്ട്. നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എല്ലാവരും എത്തിക്കാൻ വേണ്ടി. അവരുടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ജനങ്ങളെ മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം നടത്തുന്നവർ, മറ്റ് സന്നദ്ധ സംഘടനകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ, ഇതൊക്കെ അവിടെ ഉണ്ടോ? ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെ മീനച്ചിലാറിലെയും മണിമലയാറിലെയും ഒക്കെ തന്നെ ജലനിരപ്പ് അത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഈ മേഖലകളിലൊക്കെ തന്നെ വീണ്ടും ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ആശങ്കയായി മാറുന്നൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും ശക്തമായ മഴ, ഇന്നലെ രാത്രിയൊക്കെ തന്നെ കനത്ത മഴ കോട്ടയത്തുണ്ടായിരുന്നു. അത് പടിഞ്ഞാറൻ മേഖലയെന്നോ കിഴക്കൻ മേഖലയെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും ആ തരത്തിലുള്ള ശക്തമായ മഴ ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത് ഈ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് കുമരകം ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സാണ്. ഒരുപക്ഷെ ഈ ഇല്ലിക്കലിലൊക്കെ തന്നെ വെള്ളം കയറി കിടക്കുന്നത് കാരണം പൂർണ്ണമായും ചേർത്തല ഉൾപ്പെടെയുള്ള ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ പൂർണ്ണമായും ഗതാഗതം ഉൾപ്പെടെ നിലച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ചേട്ടാ, ഈ ഇപ്പോഴും ആൾക്കാർ മാറാതെ മടിക്കുന്നുണ്ടോ? അങ്ങനെ കുറച്ച് ആൾക്കാർ മടിക്കുന്നുണ്ട്. മാറാൻ പറഞ്ഞിട്ട് പിന്നെ മാറിക്കൊള്ളാം എന്നാണ് പറയണത്. പിന്നെ കുഴപ്പമില്ല, രാത്രി പിന്നെ വിളിക്കുമ്പോൾ ചെന്ന് മാറ്റും. വീണ്ടും മഴ കൂടുമ്പോൾ മാറ്റാൻ പറയണത് അവരെ. എല്ലാവർക്കും വീട്ടിൽ നിന്ന് മാറാൻ പേടിയാണ്. അവരുടെ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറുന്നതുകൊണ്ടായിരിക്കും ക്യാമ്പിട്ട് മാറുമ്പോൾ അവർക്ക് സാധനങ്ങളും പട്ടികളും അങ്ങനെ അവരെ ഇത് ജീവിതം നോക്കിയിട്ട് അവര് പേടി. വെള്ളത്തിലൊരു ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേട്ടാ, അങ്ങോട്ട് നല്ല വെള്ളമാണോ? നല്ല വെള്ളമാണ്, ഭയങ്കര വെള്ളം. നമ്മുടെ തിരുവാർപ്പയിൽ നമ്മുടെ കാഞ്ഞന ഭാഗം മുതൽ മാണിക്കുന്നം വരെ വെള്ളം. ഒരു രക്ഷയില്ല. പണിയെടുക്കണ്ടേ, തൊഴിൽ ചെയ്യണ്ടേ, അല്ല ജീവിക്കണ്ടേ, അത് നീന്തി പോകുക. ഇങ്ങോട്ട് വന്നിട്ടാണ് തല ഇറങ്ങുന്ന പോലെയായിരുന്നു. ആ ഒഴുക്കത്ത് ഇങ്ങനെ നീന്തിട്ടേ ഭയങ്കര. ഇപ്പം എന്നാ ചെയ്യാൻ, ഇപ്പം തെറ്റായിരിക്കാൻ പറ്റിയല്ലോ. അതാണ് നമ്മുടെ അവസ്ഥ. കളിക്കത്തും എല്ലാം വെള്ളം, വലിയ വെള്ളം. അപ്പോൾ 2000 പേരിലെ വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം ഇറങ്ങി തുടങ്ങുന്നുണ്ട്. ഒരു ശക്കല്ല, ഒരു പൊടിക്ക് ഇറക്കാവും. ഷിനോജ്, ഫയർഫോഴ്സ് ജീവനക്കാർ മാത്രമാണോ ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനത്തിന് ആൾക്കാരെയൊക്കെ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഒഴിപ്പിക്കാനൊക്കെ മുൻകൈ എടുക്കുന്നത്? മാത്രമല്ല, സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ടീം കൂടി ഈ റെസ്ക്യൂവിനൊപ്പം ഉണ്ട്. മാത്രമല്ല NDRFന്റെ ഒരു ടീം കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ കോട്ടയത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സംഘവും
ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ സജീവമായി തന്നെ ഉണ്ട്. NDRF, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് ഈ 3 സംഘങ്ങളും ഇപ്പം പോലീസും നാട്ടുകാരും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഈ പ്രദേശത്തെ പറ്റി ഏറ്റവും കൂടുതൽ ധാരണയുള്ളത് നാട്ടുകാർക്ക് തന്നെയാണ്. അതിനാൽ തന്നെ നാട്ടുകാരുടെ ഒരു വലിയ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ചെറിയ വള്ളങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന മേഖലകളാണ്. അത്തരത്തിൽ ഈ ചെറിയ വള്ളങ്ങളെയൊക്കെ തന്നെ വച്ചുകൊണ്ടാണ് അതിൻ്റെ കൂടി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും വെള്ളത്തിൽ തന്നെയാണ്. അല്പം വെള്ളം ഒന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ശക്തമായി തന്നെ പെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദുരിതമായി മാറുകയാണ്. ഇന്നലെ രാത്രി ഉൾപ്പെടെ കനത്ത മഴയായിരുന്നു കോട്ടയത്ത് പെയ്തത്. കോട്ടയത്ത് കനത്ത മഴയാണ് പെയ്തത്. ഇനിയും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഷിനോജ്? ഓറഞ്ച് അലേർട്ടാണോ? ജില്ലയിൽ എന്ത് മുന്നറിയിപ്പാണുള്ളത്? തീർച്ചയായും കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മീനച്ചിലാറിലേക്ക് തന്നെ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഏതെങ്കിലും സാഹചര്യത്തിൽ അതൊരു പുറത്തേക്ക് ഇറങ്ങാനോ വീണ്ടും ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ പോയി ഈ പ്രത്യേകിച്ച് നദീതീരങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു അല്പം ഒന്ന് വെള്ളം കുറഞ്ഞാൽ തന്നെ വീണ്ടും ആ ഭാഗത്തേക്കൊക്കെ തന്നെ പോയി താമസിക്കുന്നതൊക്കെ തന്നെ പതിവുണ്ട്. അതെന്തായാലും ഒഴിവാക്കണം. കാരണം അല്പം വെള്ളം കുറഞ്ഞതേ ഉള്ളൂ. കാരണം മഴ ഇപ്പോഴും ശക്തമായി പെയ്യുന്നുണ്ട്. വനത്തിൽ മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. കിഴക്കൻ മേഖലകളിൽ മലയോര മേഖലകളിലൊക്കെ തന്നെ മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പരമാവധി ആളുകൾ സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെ ഇരിക്കണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ പരമാവധി ആളുകൾ ഇതിനോടൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളക്കെട്ട് കാണുന്നതിന് വേണ്ടി വെള്ളം കാണുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ആളുകൾ പരമാവധി ഇറങ്ങി വരുന്നുണ്ട്. അതെന്തായാലും ഒഴിവാക്കണം. ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് വീട്ടിനകത്തിരുന്ന് TV യിലൂടെയൊക്കെ കാണുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഈ പുറത്തേക്കൊക്കെ ഇറങ്ങി വരുന്നത്. അത്തരത്തിലുള്ള ആളുകൾ പരമാവധി ഒഴിവാക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. കാരണം അവിടുന്ന് ആ ചേട്ടൻ നടന്നു വരുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മുട്ടുവരെയുണ്ട്. പക്ഷേ അതിന് മുൻപ് പുറകിൽ നിന്ന് ഒരു ബൈക്ക് വരുന്നുണ്ട്. ആ ബൈക്ക് വരുമ്പോൾ എത്രത്തോളം വെള്ളം ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ കയറിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇത് ഇല്ലിക്കലിലേക്കുള്ള ഒരു 200 മീറ്റർ ഇനിയുമുണ്ട് ഇല്ലിക്കലിലേക്ക് പോകണമെങ്കിൽ. പക്ഷേ അത് ഇല്ലിക്കൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ആഴത്തിൽ വെള്ളമുണ്ട് എന്നാണ് നാട്ടുകാർക്ക് തന്നെ പറയുന്നത്. എന്തായാലും വലിയ ദുരിതത്തിലാണ് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത്. ചേട്ടാ, വെള്ളം ഫുള്ള് കയറി അങ്ങോട്ടൊക്കെ? വെള്ളമുണ്ട് വീടിന് മുമ്പിലത്തെ റോഡില്. ഇന്നലെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു, 8 മാസം പ്രഗ്നന്റ് ഉണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി എങ്ങനെ പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇന്നലെ വൈകിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചത്. അപ്പോൾ അവർ ഇന്ന് രാവിലെ തന്നെ വന്നുതരാന്ന് പറഞ്ഞ് വന്നു. അപ്പം അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. ഭാര്യയാണ് നേരത്തെ? അതെ. വീട്ടിനകത്ത് കയറിയിട്ടില്ല. വീട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ആ വീട്ടിലോട്ട് പോകുന്ന റോഡിലെല്ലാം അരയറ്റം വെള്ളമുണ്ട്. അപ്പോൾ ഒഴുക്കുമുണ്ട്. അപ്പോൾ അവർക്ക് നടന്നു വരാൻ പറ്റില്ല. അപ്പോഴാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. അപ്പോൾ അവർ ഇന്ന് രാവിലെ തന്നെ വന്ന് ഇവിടം വരെ എത്തിച്ചു. ശരി ഷിനോജ്, കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ മഴയും വെള്ളക്കെട്ടുമുണ്ട്. അല്പം ഒഴിഞ്ഞു പോയിട്ടുണ്ട് വെള്ളം എന്ന് പറയുമ്പോഴും ഈ തുടർച്ചയായി നിൽക്കുന്ന മഴ അതൊരു ഭീഷണിയായി തന്നെ തുടരുന്നുണ്ട് എന്നാണ് ഷിനോജ് വ്യക്തമാക്കുന്നത്. അവിടുത്തെ നാട്ടുകാരും ഈ കാര്യങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.